ഗൈസ് നമ്മുടെ റെനോവേഷൻ ഡേ 5 ആണ് 4LF5. അപ്പോൾ നമ്മുടെ അടുത്ത ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു അരമണിക്കൂർ പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു ട്രൂ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ഡെയിലി പാർട്ടിന് ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷനിലല്ല ആൾ പിക്കപ്പ് ചെയ്യുന്നത്, ആളെടുക്കുന്നത് അടുത്ത സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഇതിലേക്കാണ് അഗ്നിയുടെ കുറേ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പം അടുത്തതിലേക്ക് കാണിക്കാം. അപ്പം നമ്മൾ കോഫിയാണ് വാങ്ങിച്ചത്. ഞാനൊരു ട്രൂ ഫ്രൂട്ട്സ് മാച്ച ഇതൊക്കെ ഉള്ള എന്തോ ഒരു സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്തായാലും ടേസ്റ്റ് അങ്ങനെ കഷായം പോലത്തെ ഒരു മണമുണ്ട്. നല്ല ആർട്ടിഫിഷ്യൽ മണം. കുഴപ്പമില്ല, ഹെൽത്തി ആണെന്ന് വിചാരിക്കും. നമ്മൾ അങ്ങനെ പെട്ടിരിക്കുകയാണ്. നമ്മൾ വന്ന ട്രെയിനിന് എന്തോ കാരണം കൊണ്ട് ഇവിടെ നിർത്തി. വഴിയിൽ നമ്മളെ ട്രെയിനാണ് ഈ നിർത്തിയിരിക്കുന്നത്. ഈ വഴി കൂടെ വേറെ ട്രെയിൻ ഇല്ലാത്തതിനെ കൊണ്ടായിരിക്കണം അവർ ചില്ലായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി. ഓക്കെ, ഇനി നമുക്ക് വേറെ ലൊക്കേഷൻ നമ്മളെ ഫ്രണ്ട് അയച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ ഇതിലൂടെയാണ് ഇനി നടന്നു പോകാൻ പോകുന്നത്. എവിടെ എത്തുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ആറ്റിക്ക് മൊത്തത്തിൽ വൃത്തിയാക്കി ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ താഴെ കൊണ്ട് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഈ ആറ്റിക്ക് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച വേറൊരു ചെറിയ റൂമാണ്. ഇരുട്ടാണ്, കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് തയ്യൽ മെഷീൻസ്, ഇവിടെ അടുത്ത തയ്യൽ മെഷീൻ, ഇവിടെ ഒരു വിൻറ്റേജ് സ്കീയിങ് സാധനം ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സോഫ ഒക്കെ ഉള്ളൊരു റൂമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാണിക്ക് ഇവിടുന്നൊരു കൊച്ചു തലയോട്ട് കിട്ടിയിട്ടുണ്ട്. കിടിലൻ സാധനം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ അലമാരിയിലുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് ഒഴിവാക്കിയിട്ട് താഴോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ജനൽ മൊത്തം എടുത്ത് താഴെ കൊണ്ടുവെക്കുന്ന പരിപാടിയാണ്. അപ്പം നമ്മൾ പയ്യെ ഇവിടെയുള്ള കുറേ ആക്രി സാധനങ്ങളൊക്കെ താഴെ കൊണ്ടുവെക്കാനാണ് ഇപ്പം പ്ലാൻ. ഇതാണ് ജനൽ, മിക്കതും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴത്ത് എത്തിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് എത്തിച്ചാൽ കുറച്ച് ടാസ്ക്കാണ്.
അക്മൽ അവരെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ പോവുകയാണ് ഇപ്പം. അതുകൊണ്ട് കുറച്ച് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനെക്കൊണ്ട് അക്മലിൻ്റെ സഹായം വേണം. അപ്പോൾ അവരങ്ങോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തേന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത് മൊത്തം വൃത്തിയാക്കുക എന്നാണ്. അപ്പുറത്ത് വേറെ റൂമും കൂടി ഉണ്ട്. ഇതെല്ലാം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡ്യൂട്ടി. എന്തോരം നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ മാക്സിമം നമുക്ക് ഫിനിഷ് ചെയ്യണം. അറിയില്ല ഈ റൂമിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഫ്ലോറിങ് കാർപ്പറ്റാണ്. കാർപ്പറ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇതുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫ്ലോറിങ് എടുക്കാൻ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. എന്തായാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങളും എൻ്റെ വൃത്തിയാക്കുന്നതും എല്ലാം കൂടി കണ്ടോ. ഇവിടെ നമുക്കൊരു കുറേ വിയേർഡ് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഇത് നമുക്ക് എടുത്തേക്കാണ്. കണ്ടിട്ട് എനിക്ക് എടുക്കാനൊന്നും തോന്നുന്നില്ല, അറിയില്ല, മിക്കവാറും ഞാൻ എടുക്കാൻ സമ്മതിക്കില്ലത്. പിന്നെ ഒരു എയറേറ്റഡ് ബുക്കൊക്കെ ഉണ്ട്, ടൈം പാസ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗാർഡൻ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി പോവാണ്. ഈ കാറിൻ്റെ ബാക്കിലുള്ള ട്രെയിലറിൽ നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ വേസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടെയ്നർ. ഈ സാധനത്തിൽ നിന്ന് ഇത് നമ്മൾ എടുത്തിട്ട് ഈ സ്റ്റെപ്പ് കയറി വേണം ഇതിനകത്തുകൊണ്ട് നമ്മൾ ഡംപ് ചെയ്യാൻ. ഇച്ചിരി ടാസ്ക്കാണ്, എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ വേസ്റ്റ്
കത്തിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറമ്പിൽ കൊണ്ടിടാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഈ ബ്രേക്ക് അപ്പോൾ നമ്മുടെ ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. ഗരാജിനകത്ത് നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്, അത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസാണിത്. അപ്പോൾ നമ്മൾ ഈ ഹീറ്റർ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നു. ഓക്കെ, നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡേ 5 അല്ലേ? ഡേ 5 സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അപ്പോൾ ഇനി ഡേ 6 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.